നമസ്കാരം. ഞാൻ ബിജീഷ് വള്ളൂർ. നമുക്ക് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്, വരും ദിവസങ്ങളിൽ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും, ഏതാണ് റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്ന് നമുക്ക് നോക്കാം. ഇന്നത്തെ മൂവ്മെന്റ് നമുക്ക് ക്വിക്കായിട്ടൊന്ന് നോക്കാം. വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു, നമ്മളത് സൂചിപ്പിച്ചായിരുന്നു. സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ പ്രോഫിറ്റ് ബുക്കിന് ഒരു സാധ്യതയുണ്ട്. 23,440 സപ്പോർട്ട് നമ്മൾ നൽകിയിരുന്നത്. 410 താഴെ സസ്റ്റെയിൻ ചെയ്താൽ പ്രോഫിറ്റ് ബുക്കിംഗ് ആണ്. അടുത്തൊരു സപ്പോർട്ട് 385, 330 ഇതാണ് സപ്പോർട്ട് നൽകിയിരുന്നത്. രണ്ട് സപ്പോർട്ട് റെസിസ്റ്റൻസിന്റെയും ഇടയിൽ ഒരു കൺജസ്റ്റഡ് മൂവ്മെന്റ് ആയിരുന്നു. അവസാനത്തെ ഒരു സെക്ഷനിലെ മൊമെന്റം വളരെ കുറഞ്ഞ മൂവ്മെന്റ് ആയിരുന്നു. അതുപോലെ തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയുടെ സിറ്റുവേഷനും ഫിൻ നിഫ്റ്റിയുടെ ഒരു സിറ്റുവേഷനും. ഫിൻ നിഫ്റ്റി ആയാലും 23,310 സപ്പോർട്ട് ഹോൾഡ് ചെയ്തിട്ടാണ് രാവിലത്തെ ഒരു ഓപ്പണിംഗ് നിലനിർത്തിയിരുന്നത്. 23,375 മുകളിലേക്ക് ഫിൻ നിഫ്റ്റിക്കായാലും സസ്റ്റെയിൻ ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. നമുക്ക് നിഫ്റ്റിയിലെ സിറ്റുവേഷൻ, നിഫ്റ്റിയിൽ നാളെ മാനേജ് ചെയ്യാനുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് നോക്കാം. ഏത് സപ്പോർട്ട് റെസിസ്റ്റൻസ് ആണ് നമുക്ക് എക്സാക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ നിഫ്റ്റിയിലെ ലോങ് ടൈം ട്രെൻഡ് നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ സൂചിപ്പിച്ചിരുന്ന പോലെ തന്നെ 23,230 ആ ഒരു ലെവലൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു ലെവലാണ്. അതിൻ്റെ ഒരു താഴത്തെ ക്ലോസിംഗ് ബേസിസിൽ നിലനിർത്തി കഴിഞ്ഞാൽ കുറച്ചധികം വീക്ക്നെസ് ആയിരിക്കും. നമുക്ക് വരും ദിവസത്തെ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് നോക്കാം. റൈറ്റ് സപ്പോർട്ട് ഏതാണ്, ബൈ എടുക്കാനുള്ള റൈറ്റ് സപ്പോർട്ട് ഏതാ, റെസിസ്റ്റൻസ് ഏതാണ് നമുക്ക് നോക്കാം. നിഫ്റ്റിയിലും മാനേജ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, വരും ദിവസങ്ങളായാലും റെസിസ്റ്റൻസ് എന്ന് നൽകിയിരിക്കുന്ന റെസിസ്റ്റൻസ് തന്നെ 23,440 മുകളിലാണെങ്കിൽ ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്നത് 440 മുകളിൽ പോയതിനു ശേഷം 440 താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്താൽ വീക്ക്നെസ് തന്നെയാണ്. ഇന്നത്തെ സെയിം സിറ്റുവേഷൻ തന്നെയാണ്. ഓപ്പൺ ചെയ്യുന്നത് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. റെസിസ്റ്റൻസിൻ്റെ ഒരു താഴെയാണെങ്കിൽ ഷോർട്ട്സ് തന്നെ സാധ്യത. 410 സപ്പോർട്ട്. ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്നത് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്. 410 ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരുന്നാലും പ്രോഫിറ്റ് ബുക്കിനാണ് സാധ്യത. അതായത് 410 ഒരു താഴെ സസ്റ്റെയിൻ ചെയ്യുമ്പോൾ പ്രോഫിറ്റ് ബുക്കിന് ഒരു സാധ്യതയുണ്ട്. 410 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, മുകളിൽ 440 എന്ന് പറയുന്ന റെസിസ്റ്റൻസും കൂടി ബ്രേക്ക് ചെയ്താലാണ് ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. ഈ രണ്ട് റേഞ്ചിന്റെ ഇടയിലാണെങ്കിൽ ക്വിക്കായിട്ട് ഡിസിഷൻ എടുക്കരുത്. ഏതെങ്കിലും ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ പ്രോഫിറ്റ് ബുക്കിന് സാധ്യത വളരെ കൂടുതലാണ്. 23,365 സപ്പോർട്ട്, അതിനുശേഷം 23,330, 315 സപ്പോർട്ട്, 23,260 സപ്പോർട്ട്, 230 സപ്പോർട്ട്. ഇപ്പോൾ 230, 260 അടുത്ത് എത്തുമ്പോൾ കുറച്ചൊരു ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് ലെവലാണ്. ഇതനുസരിച്ച് നിഫ്റ്റിനെ മാനേജ് ചെയ്യുക. ഫിൻ നിഫ്റ്റിയിൽ നമുക്ക് ക്വിക്കായിട്ട് വരും ദിവസം സപ്പോർട്ട് ഏതാ നമുക്ക് നോക്കാം. ഫിൻ നിഫ്റ്റിയുടെ സിറ്റുവേഷൻ ആണെങ്കിൽ 22,350 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ മാത്രമാണ് ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. 350 താഴെ വീക്ക്നെസ് ആണ്. 320 കൂടി സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ കൂടുതൽ വീക്ക്നെസ് ആയിരിക്കും. ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. 320 മുകളിലാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. 380 അടുത്ത് എത്തുമ്പോഴേക്കും പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. വീണ്ടും ഇതിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ജസ്റ്റ് സെയിം ക്യാനിൽ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തുകൊണ്ട് ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഈ ഒരു ലെവല് വലിയൊരു സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഈ ഒരു ലെവൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ട് മുകളിലേക്ക് പോകും, അല്ലെങ്കിൽ വളരെ ഈസി ആയിട്ട് താഴത്തേക്ക് വരും. ഓപ്പൺ ചെയ്യുന്നത് 22,320 താഴെയാണെങ്കിൽ പ്രോഫിറ്റ് ബുക്കിങ്ങിനാണ് സാധ്യത. 22,230 സപ്പോർട്ട്, 22,185 സപ്പോർട്ട്. ബാക്കി സപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന ഒരു സപ്പോർട്ടുകൾ ഇവിടെ വർക്ക് ചെയ്യും. ബാങ്ക് നിഫ്റ്റി ആയാലും ബാങ്ക് നിഫ്റ്റി ഇന്ന് വർക്ക് ചെയ്ത് നോക്കുക. 50,160 റെസിസ്റ്റൻസിന്റെ അടുത്ത് നിന്നാണ് വന്നിരുന്നത്. അതിനുശേഷം 50,000 സപ്പോർട്ടിന്റെ താഴത്തേക്കും സസ്റ്റെയിൻ ചെയ്തു. 49,650 സപ്പോർട്ട്, എക്സാക്റ്റ് ആയിട്ട് 650ലേക്ക് എത്തിയിരുന്നില്ല. ഈ സപ്പോർട്ടിന്റെ താഴെ നിലനിർത്തിയത് കൊണ്ട് തന്നെ മാർക്കറ്റിന്റെ ഒക്കെ വിക്സ് വളരെയധികം കുറവായത് കൊണ്ട് തന്നെ മൊമെന്റം വളരെ കുറവാണ്. അതുകൊണ്ട് എക്സാക്റ്റ് ആയിട്ട് ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസിലേക്ക് അത് ചില ദിവസത്തെ ഒരു മൂവ്മെന്റിൽ അത് കിട്ടുന്നില്ല. അതിനനുസരിച്ചുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ആണ് നമ്മൾ നൽകുന്നത്. വരും ദിവസങ്ങളായാലും നമുക്ക് ഏതാണ് റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റി സിറ്റുവേഷൻ ആയാലും സെയിം തന്നെയാണ്. 50,160 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താലാണ് ഇനി ബൈ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. ഈ ഒരു ലെവലിൽ തന്നെ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തുകൊണ്ട് ബൈ ഓപ്പർച്യൂണിറ്റി. ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. റെസിസ്റ്റൻസിൽ ഒരു താഴെയാണെങ്കിൽ പ്രോഫിറ്റ് ബുക്കിനാണ് സാധ്യത. 49,930 അടുത്തൊരു സപ്പോർട്ട്. ഓപ്പൺ ചെയ്ത് 49,930 താഴെയാണെങ്കിൽ പ്രോഫിറ്റ് ബുക്കിന് തന്നെ സാധ്യത. 49,660 സപ്പോർട്ട്, 660 താഴെ
കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന ഒരു സപ്പോർട്ടുകൾ വർക്ക് ചെയ്യും. മാർക്കറ്റിൽ വലിയ അവസരമായിട്ട് നമുക്ക് ഒരു ദിവസം അപ്ഡേറ്റിൽ വീണ്ടും കാണാം. താങ്ക് യു.